എങ്ങനെയായിരുന്നു ലാസ്റ്റ് ഒരു 12 hours? Thing is update to maximum 30 seconds. Last 12 hours. Okay, this is what I built so far. It can be ചില ആൾക്കാരെ സംസാരിച്ചപ്പോൾ അവർ സ്റ്റിൽ അവർ പോയ ഐഡിയ ചിലപ്പോൾ വർക്കൗട്ട് ആവില്ല, സോ ദേ കൈൻഡ് ഓഫ് പിവറ്റഡ്. ദാറ്റ്സ് ഓൾസോ ഫൈൻ. ഒരു റേസ് പോലെ അല്ല. സോ ജസ്റ്റ് ബി ഹോണസ്റ്റ് ആൻഡ് ഷെയർ ദ അപ്ഡേറ്റ്. ഓക്കെ, ദിസ് ഈസ് ദ തിങ്. പിന്നെ ഡെമോഡയിൽ പ്രൊഡക്റ്റ് ഡെമോ ആണ്. ആരോ ഞാൻ കണ്ടു എന്താ പറയുക സ്ലൈഡ്സ് ഉണ്ടാക്കുന്നത് കണ്ടു. പ്രൊഡക്റ്റിൻ്റെ ഡെമോ ആയിട്ട് കാണിക്കാൻ ഉണ്ടെങ്കിൽ അത് ബിൽഡ് ചെയ്യുക എന്നുള്ളതായിരിക്കും. പ്രസന്റേഷന് വേണ്ടിയോ അതിന് വേണ്ടിയോ ഒന്നും ഹാക്കത്തോൺ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ആവശ്യമില്ല. അതിന്റെ ഡെമോ, പ്രൊഡക്റ്റിന്റെ ഡെമോ, നോട്ട് ദി പ്രസന്റേഷൻ ഓർ സ്ലൈഡ് പിക്ചർ ഒന്നും നമ്മളെ അവിടെ അല്ല. വി എക്സ്പെക്ട് പ്രൊഡക്റ്റ് ഡെമോ. അവിടെ ചിലപ്പോൾ ലോഗിൻ സ്ക്രീന് മാത്രം അല്ല, ലോഗിൻ സ്ക്രീൻ കാണിക്കല്ല വേണ്ടത്, അതിന്റെ പുറത്തേക്കുള്ള പ്രൊഡക്റ്റ് എന്താണുള്ളത് കാണിക്കുക എന്നുള്ളതാണ്. സോ യാ, ഹു വാണ്ട്സ് ടു കം ഹിയർ ഫസ്റ്റ്? ഓക്കെ, ഞാൻ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പോളിസി ബസാറിൻ്റെ ഒരു നീഷ് പ്രൊഡക്റ്റിലാണ്. അപ്പോൾ അത് ഓൾറെഡി വാലിഡേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്തത് ഗൂഗിൾ ഷീറ്റ് വെച്ചായിരുന്നു ആ ടെക്നോളജി യൂസ് ചെയ്തത്. അപ്പോൾ ഈ ഹാക്കത്തോണിൻ്റെ ഭാഗമായിട്ട് ഒരു വെബ്സൈറ്റും ഒരു നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള CRM ആണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. Actually building a remote care ecosystem, one of the IoT project here. So നമ്മൾ back-end architecture and IoT firmware ഒരു around 60% നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. I'm building Rooted.app, an app for a second generation NRIs to learn Malayalam. So it's like Duolingo സാധനം. That's why I was interested there. അപ്പോൾ instead of that Duolingo bird, I have AAMHC, which I've built with 11 labs. So it's conversational. So basically പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ഡെവലപ്പറാണ്. സോ എനിക്ക് വേണ്ട ഇൻഫർമേഷൻസ് ഭയങ്കര സ്പ്രെഡ് ഔട്ട് ആയിട്ടാണ് കിടക്കണേ. സ്ലാക്കിലായിരിക്കും, ചിലപ്പോൾ ജിറ്റബ് ഇഷ്യൂസിലായിരിക്കും, ചിലപ്പോൾ ഡോക്യുമെന്റ്സ് ആയിരിക്കാം, മീറ്റിംഗ് മിനിറ്റ്സ് ആയിരിക്കാം. സോ പല സ്ഥലത്താണ്. സോ ബേസിക്കലി ഞാൻ ഡെവലപ്പർ ആയിക്കോട്ടെ, പ്രോജക്ട് മാനേജർ ആയിക്കോട്ടെ, എനിക്ക് തപ്പിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു സാധനം, ഒരു പർട്ടിക്കുലർ സാധനത്തെ പറ്റി ഫുൾ ഇൻഫർമേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ ഒരു മേ ബി 10 to 20 minutes 30 minutes എടുക്കും. അത് കമ്പനിയുടെ വാല്യൂബിൾ ടൈമാണ്. സോ ഇങ്ങനത്തെ പ്രൊഡക്റ്റ് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ യൂസിങ് റാഗ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഐ തിങ്ക് വിത്തിൻ 10 to 20 seconds കൊണ്ടുവരും. സോ 90% പ്രൊഡക്ഷൻ ടൈമാണ്. സോ പെർ ഡെവലപ്പർ അത്രയും ടൈം സേവ് ചെയ്യാണ്. സോ ഫുൾ ടീമിന് കൊടുത്തു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് പെർ മന്ത്സ് നല്ല രീതിക്ക് പ്രോഫിറ്റ്സ് കിട്ടും ബൈ സേവിങ് ടൈം. ഞങ്ങൾ ആക്ച്വലി വിചാരിച്ച ഫുൾ ഫീച്ചർ ഇപ്പോൾ ഏറെക്കുറെ കംപ്ലീറ്റഡ് ആണ്. സോ EB ഇൻ്റഗ്രേറ്റ് ചെയ്യണം ആൻഡ് റാഗ് ഇത്തിരി ബെറ്റർ ആകണം. ആൻഡ് മേ ബി ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, സോ ഇഫ് വി കുഡ്, ഇതിപ്പോൾ എന്റർപ്രൈസിന് വേണ്ടിയിട്ടുള്ള, അപ്പോൾ എന്റർപ്രൈസിൽ എങ്ങനെ വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ വലിയ ടീംസിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് എനിക്ക് സംസാരിച്ച് കഴിഞ്ഞാൽ സംതിങ് മോർ, അല്ലെങ്കിൽ UI എന്തെങ്കിലും ബെറ്റർ ആക്കാം, അല്ലെങ്കിൽ എന്ത് ഫീച്ചർ കൊണ്ടുവരാൻ സംസാരിക്കാനും പറ്റും. പിന്നെ ഐഡിയ അഗെയിൻ ഐ വുഡ് ലൈക്ക് ടു പെർസ്യൂ ദിസ് പ്രൊഡക്റ്റ്. സോ ഐഡിയ വാലിഡേറ്റ് ചെയ്യാനും കൂടി എനിക്ക് താല്പര്യം. ബെസ്റ്റ് ആള് ഷൈജലായിരിക്കും. ഹെൽപ്പ് ഡോട്ട് സെന്ററിന്റെ ഒരു സംഭവം ബിൽഡ് ചെയ്തിട്ടുണ്ട്. When you called him on to like talk to the participants, Felix ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞായിരുന്നു, ലൈക്ക് 6 ആൾക്കാരെ വെച്ചിട്ട് 6 ആൾക്കാർ ലെസ് ദാൻ 10 people എന്നുള്ളതാണ്. 10 people എങ്ങനെ $1 billion ബിസിനസ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. 10 member ടീം, ലെസ് ദാൻ 10 member ടീമിൽ ബിൽഡ് ചെയ്ത ലൈക്ക് മൈക്രോസാഫ്റ്റ് പ്രൊഡക്ട്സ് ബിൽഡ് ചെയ്ത ഫൗണ്ടറാണ് സൈജലും അസ്ലും. ലോങ് സിൻസ് 2018-2019 സമയത്ത് പരിചയമുണ്ട്. ബട്ട് ദേ ആർ ലൈക്ക് എന്താ പറയുക, വാട്ട് യു കോൾ ബിൽഡിങ് അടിപൊളി പ്രൊഡക്ട്സ് വിത്ത് ലീൻ ടീം. അപ്പോൾ അത് ഒരു എക്സാമ്പിളാണ്. അത് ബൂട്ട് സ്ട്രാപ്ഡ് ആയിട്ട് ബിൽഡ് ചെയ്യുന്ന ഒരു എക്സാമ്പിൾ, വിതൗട്ട് എനി ഫണ്ടിങ് ബിൽഡ് ചെയ്തൊരു കിഡിൽ എക്സാമ്പിളാണ്. ആൻഡ് ഐ വാസ് ഹ്യൂജ്ലി ഇൻസ്പയർഡ് ബാക്ക് ഇൻ ദ ഡേ. ഐ മീൻ ഷൈജലൊരു ബ്ലോഗ് ഉണ്ടായിരുന്നു. ആ ബ്ലോഗ് വാസ് ദ ഇൻസ്പിറേഷൻ ഫോർ മീ ടു ഈവൻ സ്റ്റാർട്ട് എ കമ്പനി ആസ് വെൽ ബാക്ക് ഇൻ ദ ഡേ. നെക്സ്റ്റ്, ഹു വാണ്ട്സ് ടു ഗോ നെക്സ്റ്റ്? സോ ഞാൻ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ ലൈക്ക് ഇപ്പോൾ ഡെവലപ്പർ ഡിസൈനേഴ്സ് സ്റ്റുഡൻസ് എല്ലാവർക്കും ലൈക്ക് അവരുടെ പോർട്ട്ഫോളിയോ, ലിങ്ക്ഡിൻ, റെസ്യൂമെ എല്ലാം സ്കാറ്റേഡ് ആണ്. ലൈക്ക് എല്ലാം അപ്ഡേറ്റ് അല്ല നമ്മുടെ ഇപ്പോൾ കറൻറ്റിലുള്ളതായിട്ട്. സോ അതെല്ലാം ഓട്ടോമാറ്റിക്കലി ഒരു സ്ഥലത്ത് അപ്ഡേറ്റ് ചെയ്ത് ഓട്ടോമാറ്റിക്കലി എല്ലാം അപ്ഡേറ്റ് ചെയ്ത് പോകേണ്ട ഒരു സെറ്റപ്പാണ്. സോ വി ആർ ബിൽഡിംഗ് എ വിമൻ ഹെൽത്ത് പ്രോഡക്റ്റ്. സോ വിമൻ്റെ എല്ലാ പ്രോബ്ലംസിനും ഒരു പ്ലാറ്റ്ഫോമിൽ തന്നെ നമ്മൾ ഒരുപാട് പ്രോബ്ലംസിന് ഒരു സൊല്യൂഷൻ കൊടുക്കുന്നതാണ്. സോ നമ്മുടെ 90% ഓഫ് പ്രോഡക്റ്റ് ആപ്പ് ഡെവലപ്മെൻറ്റ് ഡൺ ആണ്. സോ now we have to reevaluate. പിന്നെ സോ നമ്മൾ ബിൽഡ് ചെയ്യണത് ഒരു ലോങ് ഫോം കണ്ടന്റിനെ ഷോർട്ട് ഫോം കണ്ടന്റ് ആക്കുന്ന റിട്ടേൺ കണ്ടന്റ്
ആക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. സോ ഇപ്പോൾ റീസെൻ്റ്ലി UGC ആഡ്സ് വന്നപ്പോൾ ഈ ഷോർട്ട് ഫോം കണ്ടൻസിന് കൂടുതൽ ട്രാക്ഷൻ വന്നായിരുന്നു. ക്ലിപ്പേഴ്സ് ഉണ്ട് ഓൾറെഡി ഷോർട്ട് ക്ലിപ്സിന്. ഇപ്പോൾ കറൻ്റ്ലി ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബേഴ്സിനെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓട്ടോമേറ്റഡ് ആയിട്ട് യൂട്യൂബ് കണ്ടൻസിനെ ഷോർട്ട് ഫോം കണ്ടൻസ് ആയിട്ട്, അതും AI ജനറേറ്റഡ് ആണെന്ന് തോന്നിക്കാണ്ട് അല്ലെങ്കിൽ അവരുടെ സ്റ്റൈലിലോട്ട് ഫൈൻ ട്യൂൺഡ് ആയിട്ട് നമ്മൾ റിട്ടേൺ കണ്ടന്റ് പ്രൊവൈഡ് ചെയ്യും ഇൻ ഡിഫറെൻറ്റ് ആപ്ലിക്കേഷൻ. സോ ബിൽഡിങ് ഞാൻ ഷോപ്പിഫൈ ആപ്പ് ഉണ്ടാക്കുന്നത്. സോ വെൻ യു ആപ്പ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ സൈറ്റിൽ എല്ലാ ഇൻവെൻട്രിയും AI ആക്സസ് ചെയ്യും. ആൻഡ് UI എന്ന് പറഞ്ഞാൽ ബേസിക്കലി വെബ് പേജിൻ്റെ ഫ്രണ്ടിൽ ഐഡൻറ്റിഫൈ ഉണ്ടാവും. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബേസിക്കലി യൂസറിന് ചോദിക്കാം, ഹേ എല്ലാ റെഡ് ടീഷർട്ട് ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഡക്റ്റ് ഉണ്ടോ ചോദിക്കും. ആ പ്രോഡക്റ്റിൻ്റെ ഇമേജും ഇൻഫർമേഷനും കാണിക്കും. സോ ദ റീസൺ ഫോർ ബിൽഡിംഗ് ദാറ്റ് ലൈക്ക് ബൈ 2030 70% ഇല്ല പീപ്പിൾ who are 70 above will surpass the youngsters. So accessibility എന്നുള്ള രീതിയിൽ ഉണ്ടാക്കിയ പ്ലഗ് ഡെഫിനറ്റ്ലി സ്കോപ്പ് ഉള്ളതാണ്. ഐ മീൻ ഈവൻ ലാസ്റ്റ് ആനന്ദായിട്ട് പോഡ്കാസ്റ്റ് ചെയ്തപ്പോഴും വൺ ഓഫ് ദ ക്വസ്റ്റ്യൻ പീപ്പിൾ ആസ്ക് വാസ് ഹൗ AI ഹെൽപ്സ് ഇൻ ഡിസ്കവറബിലിറ്റി ഇൻ ദ പ്രോഡക്റ്റ്. 10,000 പ്രോഡക്ട്സ് ഉണ്ടെങ്കിൽ ഈവൻ ഒരു വരുന്ന ഒരു യൂസർ ഓക്കെ ഐ എം മച്ച് ഇയർ ഓൾഡ് ഐ വാണ്ട് ടു ഗിഫ്റ്റ് ദിസ് എന്ന് പറയുമ്പോൾ അതിനനുസരിച്ചൊരു പ്രോഡക്റ്റ് സജസ്റ്റ് ചെയ്യാം. ആൻഡ് ദാറ്റ് ഈസ് എ വെരി യൂസ് കേസ്. ആൻഡ് കുറേ ആപ്സ് ഷോപ്പിഫൈയിൽ പോപ്പ് ഉണ്ട്. ആസ് ആനന്ദ് സെഡ്, അവിടെ ഡിസൈൻ ടേസ്റ്റിനുള്ള ഭയങ്കര എസെൻഷ്യൽ ആണ്. കാരണം ആസ് ദർ വിൽ ബി മോർ പീപ്പിൾ കമ്മിങ് ഇൻ മേക്കിംഗ് ദ ആപ്പ്. ദാറ്റ് മെറ്റീരിയൽ ഗുഡ് വർക്ക്. നെക്സ്റ്റ് നമ്മുടെ ഒപ്പം ഉള്ളത് നാരായൺ ബാബു ആണ്. സോ ഐ ഹോപ്പ് ആരൊക്കെ നാരായൺ ബാബുവിൻ്റെ പോഡ്കാസ്റ്റ് കണ്ടിട്ടുണ്ട്. ഓക്കെ, ബട്ട് ഐ തിങ്ക് ഐ ഷുഡ് സേ ഇറ്റ്സ് മസ്റ്റ് വാച്ച് എന്നുള്ളതാണ്. സോ മേ ബി നാരായൺ ബാബു ഇവിടെ നമ്മൾ ലാസ്റ്റ് 24 hours കഴിഞ്ഞു. 12 hours ചെക്ക് പോയിന്റ് ആണ്. These guys have like 60% ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. They are building the next 50% or something. Any thoughts around, because you build the Truecaller, you build the Sita, lot of things you can share the experience on building and scaling. കുറേ എലിമെന്റ്സ് ഉള്ളത് എങ്ങനെ കസ്റ്റമേഴ്സ് ഇട്ടുള്ള എലിമെന്റ് ആണ്, എങ്ങനെ യൂസർ ഡിലൈറ്റ്, എങ്ങനെ ആ വൈറാലിറ്റി, അങ്ങനത്തെ ഒരു ആംഗിളാണ്. ഓവർ ടു യു. Narayan Babu took the flight from Bangalore just for this event and went back. I mean, for a person of his position, he should not have done it. I mean, it's not his priorities, but he chose to be at Kerala at this place to end up evaluate and help the people who are building it products. Aduru out of, I mean, I'm really grateful for Narayan Babu. So building start ചെയ്തോ അതോ ഐ ഗെസ് സ്റ്റിൽ തിങ്കിങ് അബൌട്ട് വാട്ട് ടു ബിൽഡ്? ബിൽഡ് 50% ആയി ഓൾമോസ്റ്റ്. So what is the roadblock? What are you getting stuck at? What are the top challenges? Like, no idea about the distributions. We need a clarity on that. just got a drift of what you guys are building. How many of you are engineers? End of the day, all of you engineers, right? Engineers' problem is engineers like to build. They want to just build. It doesn't matter, right? They find a problem. So ഒരു സാധനം വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് തന്നെ പോയത് ബിൽഡിങ്. So there are 3 approaches to doing things: building, modifying, or buying. You stop thinking like an engineer and think like a salesman to start with, right? Which means build ചെയ്യാതിരിക്കാൻ ഒരു കേസ് ഉണ്ടാക്കുക. Why you should not build what you're trying to build? ആ കേസ് ആരെ ഉണ്ടാക്കി? Why should I not build this? Because this is a shitty idea. Because there's a better. So are you building something which is because you love to build? Because I want to use ChatGPT, because I want to use AI, or are you really building because the problem is getting simplified? അത് നിങ്ങൾ ചോദിച്ചു. അത് ചോദിക്കുകയാണെങ്കിൽ തന്നെ ഓട്ടോമാറ്റിക്കലി there will be a market, right? Second thing is, second question you have to ask, fundamental question, who are you building this for? അത് പലരും ചോദിച്ചിട്ടുണ്ടാവും അല്ലേ? Who are you not building it for? അതും കൂടെ ചോദിക്കും. അപ്പോൾ നിങ്ങളുടെ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്ന എത്രത്തോളം ചുരുക്കാൻ പറ്റുമോ മാർക്കറ്റ് സൈസ്? നിങ്ങളുടെ പ്രോഡക്റ്റ് അവർക്ക് വേണ്ടി കസ്റ്റം ഫിറ്റ് ആയിരിക്കും. അവർ അത് കാണുമ്പോൾ തന്നെ അവർക്ക് ക്ലിക്ക് കാണും. ഇഫ് യു ആർ ബിൽഡിംഗ് ഫോർ യുവർ സെൽഫ്, ദാറ്റ്സ് വാട്ട് പീപ്പിൾ സേ, ബിൽഡ് ഫോർ യുവർ സെൽഫ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ബിൽഡ്, നിങ്ങൾക്ക് വേണ്ടി മാത്രം ബിൽഡ് ചെയ്യുക. സോ അതിൽ ബി 21 പേരുണ്ടാവും ലോകത്ത് നിങ്ങളെ പോലത്തെ. അതിൽ 21 പേര് എൻജോയ് ചെയ്യും. rather than 200 people maybe okay, if you push it I'll use it, if you give me credits I'll use it, right? അതിനെക്കാട്ടിലും better if you can build it for the crowd. So ask whom you are not building for. എന്ന് പറഞ്ഞാൽ not from a completely orthogonal market. നിങ്ങളുടെ വീഡിയോ ക്രിയേറ്റേഴ്സിന് വേണ്ടി ഉണ്ടാക്കുന്നതാണെങ്കിൽ ഏത് വീഡിയോ ക്രിയേറ്റേഴ്സാണ് ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യാത്തത്? ഐ ഡോണ്ട് വാണ്ട് ദം ടു യൂസ്. ഇപ്പോൾ സ്നാപ്ചാറ്റ് എടുക്കുകയാണെങ്കിൽ സ്നാപ്ചാറ്റ് ഇപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്ത് എനിക്കൊന്നും മനസ്സിലാകത്തോടില്ല, ഇന്നേവരെ മനസ്സിലായിട്ടില്ല. ദാറ്റ് ഈസ് എ സക്സസ്. If it becomes a population scale product, it is so hard to manage. Population scale products are really hard to manage. Every product wants to become population scale product, but once they become population scale product, it doesn't become a product anymore. It's just a platform. Platform and product തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്.
പ്ലാറ്റ്ഫോമിൻ്റെ ചലഞ്ചസ് വേറെയാണ് അല്ലേ. മെക്ഡോണൾഡ്സ് ഫസ്റ്റ് സ്റ്റാർട്ടഡ്, ബ്രദേഴ്സ് സ്റ്റാർട്ടഡ്, അവർ ഒറ്റ ഷോറൂം ഒറ്റ കട ഉണ്ടായിരുന്നല്ലോ അവർ. They used to make the best burgers in the world. They never used powdered milk. They were fresh ingredients. When Ray Kroc took it over, fully building the McDonald's best burger alla. He was going for consistency, timeliness, cost efficiency. The platform with him, it's a very different ballgame. You guys are building product right now. So ഈ രണ്ട് ചോദ്യങ്ങൾ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ? അത് ചോദിച്ചിട്ടില്ലെങ്കിൽ you can further do that. And ഇത് ചോദിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്, നിങ്ങൾ ബിൽഡ് ചെയ്യാൻ വെച്ചിരുന്ന ലിസ്റ്റ് നിങ്ങളുടെ ബാക്ക്ലോഗിൽ 10 ഐറ്റത്തിൽ ഒരു 7 ഐറ്റം ഒന്ന് കട്ടാവും, 3 ഐറ്റത്തിൽ you can go deeper, right? So rather than breadth, can you go for depth? Then somebody will find that this is without like I cannot live, right? അതായത് if you make a product so easy to leave, make a product such that there's no hooks, very easy for them to leave, so that they're staying back because they love it. So you have to make it. അപ്പോൾ അങ്ങനെ ഒരു പ്രോഡക്റ്റ് ബിൽഡ് ചെയ്യുകയാണെങ്കിൽ what happens is you will be forced to make it better. That's only way you can keep them in the marriage, not by a contract or not by a subscription fee or not by a cancel ചെയ്ത് എത്രയും പൈസ കൊടുക്കേണ്ടി വരും, not all those dark magics, right? So think about this. That is what I would say. But carry on. I'll catch up with you guys in the middle. I'll be around. നമുക്ക് ഒരാളെ വിളിക്കാം, പവർ നാപ്പ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ലെറ്റ്സ് പവർ നാപ്പ് ആയിരിക്കും, നമുക്ക് ഡിസ്റ്റർബ് ചെയ്യണ്ട. ഇറ്റ്സ് ബെറ്റർ വി റെസ്റ്റ്. എന്തായി അപ്ഡേറ്റ്, എങ്ങനെയുണ്ട്? യു ക്യാൻ ആക്ച്വലി ഷോ ദ ഡെമോ, അതൊന്നും കാണിക്കാവോ? ഒരു 100% ഫിനിഷ് ആയെന്ന് പറയുന്നുണ്ട്. ലെറ്റ്സ് ഹിയർ ഇറ്റ് ഫ്രം ദം. ഓക്കെ, മൊബൈൽ ആപ്പാണ്, എന്താണുള്ളത് ജസ്റ്റ് ബ്രീഫ് ചെയ്ത് കൊടുത്താൽ. നമ്മുടെ ഒരു ലോക്കൽ ബേസ്ഡ് മൊബൈൽ ആപ്ലിക്കേഷനാണ് ഇത്. ബേസിക്കലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷനാണ്. നമുക്ക് വളരെ ലോക്കലായിട്ടുള്ള വളരെ അടുത്ത് കിടക്കുന്ന ആൾക്കാരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പ്രത്യേകിച്ച് ഒരാളുടെ കോൺടാക്റ്റോ ഒന്നും ഇല്ലാതെ തന്നെ ചെയ്യാൻ പറ്റുന്നൊരു പ്രോസസ്സാണ്. ഇപ്പോൾ നമ്മളൊരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഈ ആപ്പ് യൂസ് ചെയ്യുന്ന വേറെ ഏതെങ്കിലും ആൾ നമ്മുടെ ഒരു പ്രോക്സിമിറ്റിയിലുണ്ടെങ്കിൽ അവർക്ക് ഈ മെസ്സേജ് കിട്ടും, അവർക്ക് അതിന് വേണമെങ്കിൽ റെസ്പോണ്ട് ചെയ്യാം. ഡെമോ കാണിക്കാവോ? ഇത് ഞാൻ പോസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഫീഡിൽ അത് വരും. ഇപ്പൊ നമ്മൾ ഒരാളിട്ടിരിക്കുന്ന എല്ലാ പോസ്റ്റുകളും ഇവിടെ നമുക്ക് ഇങ്ങനെ ഫീഡ്സിലെ ഒരൊറ്റ ബോക്സ് ആയിട്ട് വരും. അപ്പൊ ഒരാളുടെ മോട്ടീവ് എന്താണ്, ഈ ആപ്പിൽ ഭാഗമാവാനുള്ള മോട്ടീവ് എന്താ? വാട്ട് ഈസ് ഡ്രൈവിംഗ് 1% ടു ഇൻസ്റ്റാൾ ദി ആപ്പ് ആൻഡ് ലുക്കിംഗ് ഇറ്റ്? കാരണം അവർക്ക് വേറെ പല ആപ്പുകളുണ്ട്, ഇൻസ്റ്റാഗ്രാം ഉണ്ട്, വാട്സാപ്പ് ഉണ്ട്. വൈ ഷുഡ് ദേ ഓപ്പൺ ദ വാൾ ആപ്പ്? ഇത് നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ അല്ലെങ്കിൽ വാട്സാപ്പിലാണെങ്കിൽ നമുക്ക് ഒരാളുടെ കോൺടാക്ട് ഉണ്ടെങ്കിൽ മാത്രമേ അവരതിനായിട്ട് കോൺടാക്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു അത്യാവശ്യം വന്നു, നമ്മൾ നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മൾ പുതിയൊരു സ്ഥലത്തേക്ക് ചെന്നു, അവിടെ എന്താണ് സംഭവിക്കണമെന്ന് നമുക്കറിയില്ല. അപ്പൊ ഈ ഫീഡ് ആക്ച്വലി ലൊക്കേഷൻ ബേസ്ഡ് ആയിരിക്കും, യൂണിവേഴ്സൽ ആയിരിക്കില്ല. റെസ്ട്രിക്റ്റഡ് ആണ്. 5 കിലോമീറ്റർ 10 കിലോമീറ്റർ 2 റേഡിയസ് ആണ് നമ്മളിപ്പോൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. കാണുന്ന ആളും ആ റേഡിയസിനുള്ളിൽ ഉണ്ടാവണം, ആ പ്രോക്സിമിറ്റിക്ക് ഉള്ളിൽ ഉണ്ടാവണം. ലോക്കൽ ഗോസിപ്സ് ഒക്കെയാണ് ഉപയോഗിക്കാൻ പറ്റിയ ആപ്പാണ്. നാട്ടിൻപുറത്തുള്ള ഗോസിപ്പിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റിയ ആപ്പായിരിക്കാം. ഐ മീൻ യു ഡോണ്ട് നോ ഹൗ പീപ്പിൾ ആർ ഗോയിങ് ടു യൂസ് ദി ആപ്പ്. നമ്മൾ ഉണ്ടാക്കുന്ന ഒന്നിനായിരിക്കാം, ചിലപ്പോൾ യൂസ് ചെയ്യുന്നത് വേറെ ഇതായിരിക്കാം. ബട്ട് ഇറ്റ്സ് സ്റ്റിൽ ഇത്. നിങ്ങൾ ഏജും വയസ്സും എവിടെ നിന്നാണ് പറയാം? ഏജ് 37 വയസ്സായി. പേര് എന്ത് ചെയ്യണു? ഭരതൻ. ഞാൻ ഇതിന്റെ ഫൗണ്ടറാണ്. ബേസിക്കലി ഐ എം എ നേഴ്സ്. ഇപ്പോൾ കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഇങ്ങനെ പ്രൊഡക്റ്റ് കൃഷ്ണപ്രസാദ് എന്നാണ്. 33 ഇയേഴ്സ്. ഞാൻ തൃശ്ശൂരാണ്, വടക്കാഞ്ചേരി. ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ആണ്. ഇപ്പോൾ ഞങ്ങളുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് IBM അല്ലെങ്കിൽ IBN, ഇൻവെസ്റ്റ് ഭാരത് നെറ്റ്വർക്ക് എന്നാണ് പേര്. ഒരു നെറ്റ്വർക്കാണ് ബേസിക്കലി. അപ്പോൾ നെറ്റ്വർക്ക് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. പക്ഷെ അതിന് മുകളിൽ ബിൽഡ് ചെയ്തിരിക്കുന്ന ആപ്പ് എന്ന് പറയുന്നത് നമ്മുടെ നോർമലി ആയിട്ടുള്ള ആവറേജ് ആയിട്ടുള്ള ബിസിനസ് മാൻസിനൊക്കെ VC-യിലേക്കുള്ള ഒരു എൻട്രി എന്നുള്ള പോലെയാണ്. എൻ്റെ പേര് പീർ മുഹമ്മദ്. ഞാൻ ട്രിവാൻഡ്രത്ത് നിന്നാണ്. എൻ്റെ ഏജ് 20 ആണ്. സോ ഞാൻ ഉണ്ടാക്കുന്നത് ഷോപ്പ് ആപ്ലിക്കേഷനാണ്. ഫങ്ഷൻ ക്രിയേറ്റർ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷനാണ്. ഇത് ഹെൽപ്സ് ടു ക്രിയേറ്റ് ഫങ്ഷൻസ് ഫോർ യൂസേഴ്സ്. ഞാൻ ക്രിയേറ്റ് ചെയ്ത ആപ്പ് LLM ടെക്സ്റ്റ് ജനറേറ്റർ ആണ്. അത് നമുക്ക് നമ്മുടെ ഷോപ്പിഫൈ സ്റ്റോറിലുള്ള പ്രൊഡക്ട്സിൻ്റെ ഡീറ്റെയിൽസ് പല AIക്ക് ആക്സസ് ചെയ്യുന്ന രീതിയിൽ കാണിക്കണം, ഡിസ്പ്ലേ ചെയ്യണം. അതെ, നമ്മുടെ ഷോപ്പിഫൈ സ്റ്റോർ ഓൺലൈൻ സ്റ്റോർ ബിൽഡ് ചെയ്യുന്നില്ലെങ്കിൽ അത് എന്താ പറയുക, ഇപ്പോൾ മുമ്പ് ഗൂഗിൾ ത്രൂ ഒക്കെ ആൾക്കാർ വരുന്നുണ്ടായിരുന്നെ. ChatGPT, Gemini, Perplexity അല്ലെങ്കിൽ ഇങ്ങനത്തെ പല ടൂൾസ് ത്രൂ എങ്ങനെ അത് ഡിസ്കവർ ആക്കാൻ പറ്റും. ഇഫ് സമൺ ഈസ് സെർച്ചിങ് ത്രൂ ദോസ് പ്ലാറ്റ്ഫോം, ഹൗ ഡസ് ദ ഷോപ്പിഫൈ ഗെറ്റ് വിസിബിൾ? കിട്ടില്ല യൂസ് കേസ് ഉള്ളതാണ്. എത്ര പെർസെൻറ്റേജ് ആയി പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്തിട്ട്? 80% ഇൻ ലാസ്റ്റ് 12 hours. 12 hours മോർ ടു ഗോ. അപ്പോൾ എന്തായാലും ഡെമോ എന്തായാലും ബിൽഡ്. Yeah.
പല ഫൗണ്ടേഴ്സും വന്ന് അവരുടെ ഹോണസ്റ്റ് ആയിട്ടുള്ള കാര്യം വിത്തൗട്ട് എനി ഫിൽറ്റേഴ്സ് ദേ ആർ ഷെയറിങ് ഇറ്റ് ലൈക്ക് ഹൗ വി സീ ഇറ്റ് ഓൺ പോഡ്കാസ്റ്റ്. അത് ഒരു ഇത് തന്നെയാണ്. കാരണം അവർക്ക് ദേ ഹാഡ് ലൈക്ക് പ്ലെൻറ്റി ഓഫ് തിങ്സ്. അവർ എക്സ്ട്രീം ബിസി ആൾക്കാരാണ്. അവരെ പിടിച്ചവർ കൊണ്ടുവരാൻ പറ്റിയത് എന്നുള്ള വെരി താങ്ക്സ് ടു കിരൺ ഫോർ ദാറ്റ് ആസ് വെൽ. 0 to 1 like enterprise product launch ചെയ്തു. Like how do you get money in the banks? എങ്ങനെ 0 to kind of like കുറച്ച് ഫസ്റ്റ് ഇനീഷ്യൽ ARR like എങ്ങനെ എത്തിക്കാൻ പറ്റി? ആൻഡ് ഇത് ഈവൻ ഇതിന് ടീമാണ് ഐ തിങ്ക് പെർ ടീം $5,000 വെച്ച് കൊടുത്തത്. ഐ തിങ്ക് അറൌണ്ട് $250,000. വൈബ് കോഡിങ്ങിന് ഒരു മേജർ പ്രോബ്ലമാണ് ഇപ്പോഴും അൺസോൾവ് ആണ്. അതായത് നിങ്ങളൊരു റാൻഡം ആയിട്ടൊരു ആപ്പ് ജനറേറ്റ് ചെയ്യുവാണെങ്കിൽ ഇറ്റ് ഇസ് ഗ്യാരണ്ടീഡ് അതിനുള്ള സെക്യൂരിറ്റി ഇഷ്യൂ ഉണ്ട്. കാരണം നമ്മൾ ഹ്യൂമൻസ് എഴുതിയോണ്ടിരുന്ന കോഡ് ഡാറ്റ സെറ്റിലുള്ളതെല്ലാം വളറബിൾ കോഡായിരുന്നു. സോ AI just copies the same thing. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് ഇപ്പോൾ ഒന്നും കൂടെ ഒരു നല്ല മോഡലാണെങ്കിൽ ഒന്നും കൂടെ ക്യാൻ യു സ്കാൻ ഫോർ സെക്യൂരിറ്റി ഇഷ്യൂസ് ആൻഡ് ഫിക്സ് ദം. അതിൽ മേ ബി ലൈക്ക് ഒരു 60% 70% ഫിക്സ് ചെയ്യുമെങ്കിലും സീരിയസ് സെക്യൂരിറ്റി വേണം. SSRF എന്ന് പറയും, ഒരു ക്രിട്ടിക്കൽ ടെക്നിക്കൽ ക്ലാസ് ആണ്, വേറെ ക്ലാസ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള കോൺട്രിബ്യൂഷൻ ഒന്നും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അതായത് ഇപ്പോഴത്തെ മോഡൽസിനൊന്നും അത് പറ്റില്ല. അപ്പോൾ നിങ്ങളൊരു സീരിയസ് ബിസിനസ് ആണെങ്കിൽ വൈബ് കോഡ് ചെയ്തിട്ടാണ് ആപ്പ് ബിൽഡ് ചെയ്യുന്നുണ്ടെങ്കിൽ യു പ്രോബ്ലി നീഡ് സെക്യൂരിറ്റി എഞ്ചിനീയേഴ്സ്. അതാണ് അതിൻ്റെ ഷോർട്ട് ആൻസർ. ആൻഡ് വൈബ് കോഡിങ് കനോട്ട് സോൾവ് സെക്യൂരിറ്റി. എത്ര ഏകദേശം ഒരു 3 കോടിയോളം സംതിങ് എന്താ പറയുക ക്രെഡിറ്റ്സ് ആണ് അവർ കൊടുത്തിട്ടുള്ളത്, ഗീവ് ഔട്ട് ചെയ്തിട്ടുള്ളത് ഫോർ ദ ടീം ടു ട്രൈ ഔട്ട് ഓൺ OpenAI Anthropic credits. I'm just giving it all of it. So yeah, and on top of that ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെ ഡാറ്റ മൊത്തം ആക്ച്വലി കൈൻഡ് ഓഫ് സം വാട്ട് ട്രേസ് ചെയ്തിട്ട് ഞങ്ങൾ ഇതിൽ AI യൂസേജ് ഞങ്ങൾ ജഡ്ജ് ചെയ്തിട്ട് whoever uses like the best prompts, best tool use, best use of AI, we might have something going. അവരൊരു പ്രിന്റ് ഔട്ട് എടുത്ത് സ്കാൻ ചെയ്തിട്ട് someone has to solve that decoding, but essentially അത് സോൾവ് ചെയ്ത് ക്രാക്ക് ചെയ്യുമ്പോഴാണ് ഈ പറഞ്ഞ ക്രെഡിറ്റ്സ് കിട്ടുന്നത്. സോ ദാറ്റ് ഇറ്റ് കൈൻഡ് ഓഫ് they can use it for the hacking. പല ആൾക്കാരും വിത്തിൻ ഫ്യൂ അവേഴ്സ് തന്നെ സോൾവ് ചെയ്തു. എക്സ്ട്രീം ടാലന്റ് ആയിട്ടുള്ള ആൾക്കാരാണ് അവിടെ വന്നിട്ടുള്ളത് തന്നെ. ഞാൻ വേൾഡ് സ്കിൽസ് എന്നൊരു കോമ്പറ്റീഷൻ പറയും. അതായത് ഒളിമ്പിക്സ് എല്ലാവർക്കും അറിയാലോ, സ്പോർട്സിന് പോകുന്ന. സോ വേൾഡ് സ്കിൽസ് ഇസ് ഒളിമ്പിക്സ് ഫോർ വൊക്കേഷണൽ സ്കിൽസ് ബൈ ദ വേൾഡ് ഗവൺമെന്റ്സ്. അപ്പോൾ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തത് 2 വർഷം മുമ്പെയാണ്. അപ്പോൾ അതിൽ ഇന്ത്യയിലെ ഗോൾഡ് മെഡൽ എനിക്കായിരുന്നു കിട്ടിയത് സൈബർ സെക്യൂരിറ്റി വിഭാഗത്തിൽ. Then I represented India for the Olympiad at South Korea, and then I won 8th rank worldwide for hacking.